ഇന്നും സാക്ഷ്യമായി ആ വ്യക്തി ജീവിക്കുന്നു, ആ കുടുംബം തൃശ്ശൂർ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് അസാധ്യമെന്നുള്ള ചിന്ത നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഇന്ന് ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റാം. എന്റെ ദൈവത്തിന് സകലവും സാധ്യമെന്ന് എന്റെ ദൈവത്തിന് സകലവും സാധ്യം. എന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടോ? ഈ 2025 തന്നെ ഞാൻ പൂർണ്ണ പരിഹാരം പൂർവ്വം ഈ ദൈവസഭയ്ക്കുള്ള സാക്ഷ്യമേറുന്ന വിളിച്ചു പറ. നിന്റെ ജീവിതത്തിന്റെ മേൽ ആ വചനം പ്രവർത്തിക്കുവാൻ തുടങ്ങാം. കാരണം എന്ത്? വചനം പറയുന്നു, നിന്റെ നാവിൻ തുമ്പിലിരിക്കുന്നു ജീവനും മരണവും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കല്ലുകൾ ഉരുട്ടി മാറ്റുവാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം അതിനെ വെളിപ്പെടുകയുള്ളൂ. എന്ന പലർക്കും എന്താണ്, ഉരുട്ടി വായിൽ വെച്ച് കൊടുത്താലും അത് ചവയ്ക്കാൻ പറ്റത്തില്ല, കുത്തിയിറക്കിയാൽ ചവയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ് ചിലരൊക്കെ. പ്രിയമുള്ളവരെ, ദൈവത്തിനൊരു കാര്യമുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി പലതും നമുക്ക് മുൻപിൽ കൊണ്ടുവരാം, പല വ്യക്തികളെ കൊണ്ടുവരാം. എന്നാൽ അതിനെ വിവേചിച്ചറിയുവാനും തിരിച്ചറിയുവാനും നമുക്ക് കഴിയണം. അല്ലെങ്കിലോ നമ്മൾ ചിലപ്പോൾ പടുകുഴിയിലേക്ക് തള്ളപ്പെടാം. അവിടെയൊന്നും നമ്മൾ പതറിപ്പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയണം. പാലും കുമായവും തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ ദൈവ പൈതലിനെയും തെറ്റാകലയിലുള്ള വ്യക്തികളെയും തിരിച്ചറിയുവാനുള്ള വിവേകം നിനക്കില്ല എങ്കിൽ നീ നാശത്തിലേക്ക് തന്നെ പോകും. ഒരു കാര്യം മനസ്സിലാക്കുക, എന്ന ദൈവ പൈതലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന, ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഒരു വിവേചിച്ചറിയുവാനുള്ള മനസ്സ് നമുക്ക് ആവശ്യമെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിയണം. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് നേടേണ്ടത് നേടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു പരാജയമായി തീരാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മുടെ മുൻപിൽ